മധ്യകേരളത്തിൽ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ പീരുമേട്ടിൽ LDF സ്ഥാനാർത്ഥി കെ സലീം കുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. CPI ജില്ലാ സെക്രട്ടറി കൂടിയായ സലീം കുമാറിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇത്. ഇടുക്കിയിൽ നിന്ന് MC ബോബൻ ചേരുന്നുണ്ട്. ബോബൻ, ഇടുക്കിയിൽ ചിത്രം വ്യക്തമായി വരുന്നതേ ഉള്ളൂ എങ്കിൽ കൂടി ഇടതുമുന്നണി പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇടുക്കിയിലെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം? അമ്പിളി, ഇടുക്കിയിൽ പീരുമേട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 20 വർഷമായി CPIയുടെ സ്ഥാനാർത്ഥികൾ മാത്രം വിജയിക്കുന്ന മണ്ഡലമാണ് പീരുമേട്. ഇത്തവണ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയായ കെ സലീം കുമാറാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ എത്രത്തോളമാണ് പീരുമേട് നിയോജക മണ്ഡലത്തിലെ LDFന്റെ പ്രതീക്ഷകൾ? പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ LDFന് ശുഭപ്രതീക്ഷയാണുള്ളത്. പീരുമേട് മണ്ഡലം കഴിഞ്ഞ് 20 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. 15 വർഷക്കാലം ബിജുമോൾ MLA ആയിരുന്നു. കഴിഞ്ഞ 4.5 വർഷക്കാലം സഖാവ് വാഴൂർ സോമൻ MLA ആയിട്ടുണ്ടായിരുന്നു. വാഴൂർ സോമൻ്റെ വേർപാട് വലിയ നഷ്ടമാണ് മണ്ഡലത്തിനുണ്ടായിട്ടുള്ളത്. പക്ഷേ ആ നഷ്ടം ഉണ്ടായപ്പോഴും വാഴൂർ സോമൻ 4.5 വർഷത്തിനിടയിൽ 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ പീരുമേടിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിജുമോൾ തുടങ്ങി വെച്ചതായ വികസന പ്രവർത്തനങ്ങളെല്ലാം പീരുമേട്ടിൽ അതൊരു തുടർ വികസനമായി കൊണ്ടുവരുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. മാത്രവുമല്ല, LDF വികസനത്തിൻ്റെ പാതയിലാണ്. ആ വികസനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഈ പീരുമേട് നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് പീരുമേട്ടിലെ തേയിലത്തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ്. കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് നിരവധി തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുന്നു, നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ എന്ത് പരിഹാര നിർദ്ദേശമാണ് മുമ്പോട്ട് വയ്ക്കാനുള്ളത്? പീരുമേട് തോട്ടം മേഖലയിലുണ്ടായ പ്രതിസന്ധി പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധി അല്ല. ഏറെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ചില തടസ്സങ്ങളായി വരുന്നത് കോടതിയിലുണ്ടായിട്ടുള്ള ചില കേസുകൾ തന്നെയാണ്. എങ്കിലും തോട്ടം തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്. ആ നിലയിൽ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് പീരുമേടിലെ തോട്ടങ്ങൾ തുറക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ലയങ്ങൾ അത് നവീകരിക്കാൻ വേണ്ടിയിട്ട് 20 കോടി രൂപ അനുവദിച്ചതിൻ്റെ ഭാഗമായി പീരുമേട്ടിൽ തോട്ടം ലയങ്ങളെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്ഷേമ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധിയായ പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി അടക്കം തൊഴിലാളികൾക്ക് കിട്ടേണ്ടത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തോട്ടം തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം 48 രൂപ ഗവൺമെൻറ് തന്നെ തോട്ട ഉടമകളുമായി ബന്ധപ്പെട്ട് PLC മീറ്റിംഗ് തന്നെ വിളിച്ചുകൂട്ടി തോട്ടം തൊഴിലാളികൾക്ക് 48 രൂപയുടെ ശമ്പള വർധനവ് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ചില തോട്ടങ്ങളിലാണെങ്കിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ളത് ഗവൺമെൻറ് തന്നെ ഇടപെട്ട് അവരുടെ ശമ്പളം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തോട്ടം തൊഴിലാളികളെ എന്നും ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ ഗവൺമെൻറ് എന്ന നിലയിൽ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി, വീട് എന്ന നടപടിക്രമവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ പീരുമേട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുമായാണ് സലീം കുമാർ ഇത്തവണ മത്സരരംഗത്തുള്ളത്. 20 വർഷമായി CPIയുടെ കൈവശമുള്ള മണ്ഡലം ഇത്തവണയും ഒപ്പം നിർത്താൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും അമൃത വാർത്തകളോട് ഇത്രയും സമയം ചിലവഴിച്ചതിന് വളരെ നന്ദി. എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. ബോബൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 20 വർഷമായി CPIയുടെ കുത്തക മണ്ഡലമാണ് പീരുമേട്. തോട്ടം തൊഴിലാളി മേഖലകൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വികസനം വോട്ടായി മാറുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി കെ സലീം കുമാർ പങ്കുവെക്കുന്നത്. സ്ഥാനാർത്ഥിയോടൊപ്പം ചേർന്നിരുന്നത് ഞങ്ങളുടെ പ്രതിനിധി MC ബോബനാണ്.